അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ അബ്ദുസ്സലാം അൽ ഹസനി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഉസ്താദിനെ നമുക്ക് നേരത്തെ തന്നെ വർഷങ്ങളായിട്ട് അൽഹംദുലില്ലാഹ് മടവൂർ കാഫിലയുടെ തുടക്കത്തിൽ തന്നെ ഉസ്താദുമായി ബന്ധമുണ്ട്. ഉസ്താദ് നമ്മുടെ മടവൂർ കാഫിലയുടെ നൂറിൻ്റെ നിറവ് എന്ന പരിപാടിയിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് മടവൂർ കാഫിലയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ വർത്താനം? റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ് റാഹത്ത്. ഉസ്താദ് ഈ കൊല്ലം ജില്ലയിൽ ഈ ഉൾഭാഗത്ത് നിന്ന് കോഴിക്കോട് ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിലേക്ക് CM വലിയുള്ളാഹിയെ കാണാൻ വലിയൊരു തൗഫീഖ് തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഉസ്താദ് അവിടെ എത്താനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ, ഏത് സമയത്താണോ? ഒന്ന് നമ്മൾ പറഞ്ഞു തന്ന റാഹത്തായിരുന്നു. അത് എൻ്റെ ഓർമ്മ ഏകദേശം 1975 തൊട്ട് മുമ്പാണ്. അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് 75 എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അതിൻ്റെ ഏകദേശം തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ്. ഞാൻ ആ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരായ ഉസ്താദന്മാർ ഫൈസാബാദ് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഉള്ള കാലത്ത് ഞാനവിടെ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയുള്ള വടക്ക് ഭാഗത്തുള്ള ധാരാളം മുത്തല്ലിമീങ്ങൾ എനിക്ക് നല്ല പരിചയമാണ്. അങ്ങനെ അവരിൽ നിന്നെല്ലാം പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മഹാനവറുകളുടെ കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധമുണ്ട്. കാരണം അന്ന് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ എൻ്റെ ഓർമ്മ ബഹുമാനപ്പെട്ടവരുടെ ഒരു ചെറുമകൻ, ഒരു മുഹമ്മദ് ബാഫഖി തങ്ങൾ നിങ്ങളോടൊപ്പം പഠിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആ മലബാർ ഭാഗത്തുള്ള മുത്തല്ലിമീങ്ങളും ഉസ്താദന്മാരും ഒക്കെ മുഖേനയാണ് ഞാനിത് കേൾക്കുന്നത്. ഇത് കേട്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള അവസരമൊന്നും അക്കാലത്ത് അപ്പോഴുണ്ടായില്ലെങ്കിലും പിന്നീട് പ്രത്യേകമായ ഒരു സാഹചര്യം പെട്ടെന്നുണ്ടായതാണ് ഞാൻ അവിടെ എത്താൻ കാരണം. അതെന്ന് പറയുന്നത് ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തന്നെയാണ്. അത് ഞാൻ ജാമിഅ നൂരിയയിലാണോ എന്നെനിക്ക് ഉറപ്പില്ല. ഏതായാലും ഞാൻ പഠിച്ചുകൊണ്ട് മുത്തല്ലിമായിട്ടിരുന്ന കാലത്ത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, അവർ ജനിച്ചത് മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സമയം വരെയും ഒരു രോഗം അവർക്ക് വന്നിട്ടില്ല. എൻ്റെ ഉമ്മയ്ക്ക് 10 മക്കളാണെങ്കിലും അങ്ങനെ പ്രത്യേകമായി ആശുപത്രിയിൽ പോയ കേസുകളോ മരുന്ന് കഴിച്ച കേസുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലാത്ത ആ ഉമ്മ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തലകറങ്ങി മറിഞ്ഞു വീണു, സ്തംഭിച്ചു, പക്ഷപാതമായി കിടപ്പായ ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ ഒരു അനുജൻ, എന്നെപ്പോലെ തന്നെ അയാളും അന്ന് മുത്തല്ലിമാണ്, അബ്ദുസ്സമദ് ഹസനി ആണ് അദ്ദേഹവും. ഞങ്ങളുടെ കൂടി ഇങ്ങനെ ആലോചിച്ച് എന്താണ് ചെയ്യുക ഉമ്മയുടെ അവസ്ഥ. പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടും അവർ പറഞ്ഞ് ഇതിങ്ങനെ തന്നെ അങ്ങനെ മുമ്പോട്ട് പോവുകയേ ഉള്ളൂ, എഴുന്നേൽക്കുകയൊന്നുമില്ല. ഒരു വശം തളർന്നുപോയി. ഈ നമ്മുടെ താഴും മേലെയുള്ള താടികൾ തമ്മിൽ മാറ്റം വന്നു, വ്യത്യാസമായിപ്പോയി. അതുപോലെ പിന്നീട് കൈയൊന്നും അനക്കാൻ പറ്റുകയില്ല. കിടപ്പ് തന്നെ, ഒരു കിടപ്പ് രോഗിയായിട്ട് തന്നെ അവരവസാനം വരെയും പോകും എന്ന ഒരു ഉറപ്പ് ഡോക്ടർമാരിൽ നിന്നും വൈദ്യന്മാരിൽ നിന്നും എല്ലാം ഉണ്ടായൊരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ഒന്ന് പൊയ്ക്കളയാം. ആ ഓർമ്മ വന്ന് അപ്പോഴേ തന്നെ ഇവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനെ പല ഭാഗത്തും പിന്നീടൊന്ന് കൊണ്ടുപോയി, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി പിന്നെ ആശുപത്രി അഡ്മിറ്റാക്കും. ചെറിയ തോതിൽ എന്തെങ്കിലും ചികിത്സ കിട്ടി ഫലിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഈ ചുറ്റുന്നത്. ഒരു പ്രദേശം ഭരിക്കാൻ വന്നപ്പോഴാണ് ഈ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനും എൻ്റെ അനുജൻ അബ്ദുസ്സമദ് മൗലവിയുടെ കൂടി നേരെ കോഴിക്കോടേക്ക് വിടുകയാണ്. അനിയനുമായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും പഠിക്കുന്ന കാലമാണോ? ഞങ്ങൾ രണ്ടും പോകുന്ന കാലോ, രണ്ടുപേരും പോകുന്ന കാലോ.
അയാളെന്ന് പറഞ്ഞാൽ എന്നൊക്കെ 1 വയസ്സിന് മാത്രം താഴെയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കിട്ടുന്നുണ്ട്. അന്നൊക്കെ വാഹനം വളരെ ചുരുക്കമാണ്. ഇല്ല കരിയുടെ തീവണ്ടിക്കകത്തും കിട്ടുന്ന KSRTCയുടെ ചില്ലറ ബസ്സിലും ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്ത്. ഏതായാലും ഞങ്ങൾ കോഴിക്കോട് എത്തി. അവിടെ നിന്ന് അന്വേഷിച്ചു. അപ്പം കേട്ട് ഇടിയങ്കര മസ്ജിദ് അന്വേഷിക്കാൻ പറഞ്ഞു. അതിനടുത്തൊരു വീടുണ്ട്, ഒരു മൂപ്പൻ്റെ വീട്. അങ്ങനെ പറഞ്ഞ് എന്തായാലും അൽഹംദുലില്ലാ അവിടെ എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് വലിയ നിരാശയാണ്. കാരണം ഇന്ന് കാണാൻ പറ്റൂല. അത്തരത്തിൽ വൈകുന്നേര സമയമായപ്പോൾ നീണ്ട ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണെന്ന്. അപ്പോൾ ഈ ക്യൂ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാണ് ഇതിപ്പം നമ്മൾ എപ്പോൾ നിന്നാൽ എന്തായി തീരും, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നെങ്കിലും ഏതോ ഒരല്പം മുൻവശത്തേക്ക് കയറാനുള്ള ഒരു അവസരം അതെങ്ങനെയാണെന്ന് എനിക്കത് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അല്പം മുമ്പിൽ ക്യൂവിൻ്റെ അല്പം മുമ്പിൽ തന്നെ കയറി നിൽക്കാൻ പറ്റുന്ന അവസരം എങ്ങനെ ഉണ്ടായി. അങ്ങനെ വാതിൽ നിൽക്കുന്ന ആൾ ഓരോരുത്തരും കയറ്റി വിടുന്നു. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് താമസമൊന്നുമില്ല. അങ്ങോട്ട് കയറുക, കാര്യം പറയുക, ഒരു വാക്കുകൊണ്ട് മറുപടി കേൾക്കും, അവരങ്ങ് തിരിഞ്ഞു പോകും. പിന്നെ അടുത്ത ആൾ കയറും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആൾ ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഈ വലിയ നീണ്ട ക്യൂ ആണെങ്കിലും പെട്ടെന്ന് അത് അവസാനിക്കുകയാണ്, ക്യൂ അങ്ങ് തീരുകയാണ്. ഞങ്ങളുടെ കൂടെ മന്ദപ്പഞ്ഞ് രണ്ടുപേരും കയറി. കൂടെ വന്ന ആളാണെന്ന് ചോദിച്ചപ്പം വാതിലുള്ള ആൾ ചോദിച്ചപ്പോൾ അത് ഞാൻ രണ്ടുപേരും ഒന്നിച്ച് വന്നാൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറുമ്പോൾ സുബ്ഹാനല്ലാഹ് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുക ഇതൊരു വലിയാണോ ഇത് എന്ന് പെട്ടെന്ന് ചിന്തി വേണം. നല്ല ചെറുപ്പക്കാരൻ, സുന്ദരൻ, സുമുഖൻ, താടി രോമമില്ല, പിന്നെ അതുപോലെ തന്നെ ഷർട്ട് ഇട്ടിട്ടില്ല, ദേഹത്ത് ഒരു തുണിയും ഇല്ല, തല തുറന്ന് കിടക്കുന്നു, ഷർട്ടിട്ടില്ല, നല്ല തുളുമ്പുന്ന യുവ കോമളത്വമുള്ള ഒരു ബോഡി, നല്ല സുമുഖൻ. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ ഒരു എന്തോ ഒരു പ്രയാസം. എങ്ങനെ ഈ മഹാനവറുകളെ നമ്മൾ എങ്ങനെയാണ് നേരിടുക, ഇത്രത്തോളം വലിയ മഹത്വമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരാൾ, ആ മഹാനായ ആളുകൾ ഒരുപക്ഷെ നമ്മളെങ്ങാനും പരീക്ഷിക്കാൻ വല്ലതും ആണോ, ഈ ഒരു ചിന്ത വന്നപ്പോൾ നമുക്കൊരു ബേജാറ്. പടച്ചോനെ എന്തായാലും അപകടമൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ മനസ്സിൽ കരുതി. എൻ്റെ കണക്കൂട്ടൽ നമ്മൾ കണക്കൂട്ടുന്നതിൽ വലിയ മഹാനായ ആളാണല്ലോ. നല്ല താടിയും തലപ്പാവും അതേപോലുള്ള വലിയ ഹൈബത്തോടും ഒക്കെ ഇരിക്കുന്ന ആളായിട്ട് നമ്മൾ അതാണ് ഈ അങ്ങനെ അല്ലാത്ത കോലം കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞെട്ടലുണ്ടായത്. ഞാൻ തന്നെ ആദ്യം ഞെട്ടി, ഇതെന്താ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണല്ലോ മഹാനവറുകൾ. അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് തോന്നുന്നുണ്ട് ഇതെന്തോ ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആല കൊടുത്ത ഒരു നിർദ്ദേശം അനുസരിച്ച് വല്ലതും ആയിരിക്കും ഇങ്ങനെ. നമ്മൾ ആദ്യകാലം മുതലേ തന്നെ ഞാനും എൻ്റെ കുടുംബവും ഒക്കെയും ഈ സുന്നി ആദർശത്തിൽ ഉറച്ചു ജീവിക്കുന്ന ആളുകളാണ്. എൻ്റെ വാപ്പയും മുസ്ലിയാരാണ്, എല്ലാവരും സുന്നി ആദർശക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ ചെന്നത്തോപ്പല്ല, തഴവയാണ്. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഞങ്ങളുടെ വളരെ അടുത്ത ഞങ്ങളുടെ കാര്യദർശിയെ പോലുള്ളതും ഈ ഓന്ന കാലത്തൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുന്നതും ഞങ്ങളുടെ എല്ലാ പരാതികളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സ്ഥലവുമാണ് തഴവ ഉസ്താദിൻ്റെ ഭവനം തന്നെ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകും, ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും, അങ്ങനെയൊക്കെയുള്ള ഭവനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിലുള്ള മിക്കവാറും ഈ മൗലിദ് പാരായണത്തിൻ്റെ കുത്തക ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങൾ ചെറുപ്പത്തിലേ എനിക്ക് എൻ്റെ ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ബദർ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി വാപ്പ ഏൽക്കുന്ന മൗലിദുകളാണ്. അത് ഞങ്ങളെ മക്കൾ രണ്ടുപേരെ ഏൽപ്പിക്കും. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൗലിദ് പാരായണത്തിൻ്റെ വീടുകളെല്ലാം പോയി കറങ്ങി വന്നിട്ട് ഞങ്ങൾ കുറ്റിപ്പുറത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടും. അപ്പോഴത്തേക്ക് രാത്രി 10 മണിയൊക്കെ ആവും. അവിടെ നിന്നാണ് വീട്ടിലേക്ക് ഒന്നിച്ച് പോവുക. അപ്പോൾ അന്ന് മുതലേ ബദരീങ്ങളെ നല്ല പിടുത്തവുമാണ്. ബദരീങ്ങളെ സംബന്ധിച്ച് മൊയ്തീൻ ഷേഖ് ഞങ്ങളെ അതുപോലെ മൊയ്തീൻ പോലെ പോകുന്ന പതിവുണ്ട്. വലിയ വിവരങ്ങളൊന്നും ഇല്ലാത്ത കാലമാണെങ്കിലും ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ കൂടിയാണ് വളർന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ വേറൊരു ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മഹാനവറുകളെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾ അള്ളാഹു തആല പ്രത്യേക നിർദ്ദേശവും ഉപദേശവും കൊടുത്തതിൻ്റെ അനുസരിച്ചായിരിക്കും ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്
അല്പസ്വല്പം ഈമാൻ ഇല്ലാത്ത ആളെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് തിരിച്ചു പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊക്കെ ഉള്ളതായിരിക്കാം എന്ന് എൻ്റെ മനസ്സിൽ പറയുകയാണ്. നമ്മുടെ മനസ്സിലത് പറയാണ് ആള് അങ്ങനെ ഒരു അല്പസ്വല്പം ഈമാൻ ഇല്ലാത്തവനാണെങ്കിൽ അങ്ങ് പോകുമല്ലോ, പിന്നെ മൂപ്പരെ ശല്യം ചെയ്യാൻ നിൽക്കത്തില്ലല്ലോ. നമ്മൾ അടി ഉറച്ച് നിൽക്കുകയാണ്. മഹാനവറുകൾ കേട്ടിട്ടുണ്ട്. ആ കേട്ടതനുസരിച്ച് പടച്ച തമ്പുരാൻ ഇതേപോലെ മഹത്തുക്കൾക്ക് പലവിധമായ രൂപങ്ങളും ഭാവങ്ങളൊക്കെ കൊടുത്തേക്കാം. പരീക്ഷണാർത്ഥം നമ്മൾ അതിനകത്തൊന്നും പെടാൻ പാടില്ല എന്നുള്ള ചിന്ത മനസ്സിലുള്ളതോട് നമ്മൾ ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കയറി ഞാൻ തന്നെ ആദ്യമായിട്ട് മുമ്പിലോട്ട് നിൽക്കുന്നു. എൻ്റെ തൊട്ടടുത്ത് തന്നെ അനിയനുണ്ടെങ്കിലും ഞാൻ സലാം ചൊല്ലി സലാം മടക്കി. അപ്പോൾ കിടക്കുന്ന കിടത്തുവെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഒരു അല്പം ചാഞ്ഞ് കിടക്കാൻ പറ്റിയ ഒരു കട്ടിലില് എന്താ ദിവാങ്കോട്ടെന്നൊക്കെ പറയും പോലുള്ള ആ രൂപത്തിലുള്ള തലഭാഗം പൊങ്ങി വരുന്ന ആ കട്ടിലാണ് കിടക്കുന്നത്. ഇങ്ങനെ സ്റ്റഡിയായിട്ട് അങ്ങ് കിടക്കുകയാണ്. ഇങ്ങനെ തലഭാഗം പൊങ്ങിയിരിക്കുക. ദിവാങ്കോട്ട അങ്ങനെയാണല്ലോ. അതേ മോഡലിലുള്ള ഒരു കട്ടിലാണ്. കാല് നീട്ടി വെച്ചിട്ട് ഒരു ഉടുമുണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്കും ചാടി എണീക്കുകയാണ്. സ്റ്റഡിയായിട്ട് എനിക്ക് കൈയൊക്കെ നേരെ എൻ്റെ കാലിൽ തന്നെ വെച്ചുകൊണ്ട് എന്താ സലാം പറഞ്ഞു. സലാം മടക്കിയതിന് ശേഷമാണ് എന്താ അത് ഉമ്മയ്ക്ക് സുഖമില്ല, ഉമ്മ തളർന്നു പോയി, അത് മാറ്റിത്തരണം. അത് സാരമില്ല, വയ്ക്കും, തീർന്നു. അപ്പോൾ താല വയ്ക്കുമെന്നുണ്ടെങ്കിലും എനിക്ക് അവരെന്തെങ്കിലും സംഭാവന വല്ലതും കൊടുക്കുമോ ഹദിയ സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മൾ ഇത്രയും ഒരു ഒരു ബഹുമാനപ്പെട്ട ഒരടുത്ത് വന്നതല്ലേ, എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ള മനസ്സിൽ അങ്ങ് തോന്നുകയാണ്. അപ്പോഴേ തന്നെ ഞാൻ പോക്കറ്റിൽ നിന്ന് ചെറിയ പേഴ്സ് എടുത്തിട്ട് ഒരു നോട്ട്, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് ഖത്തീബുമാർക്ക് സാധാരണ ഖത്തീബുമാരുടെ ശമ്പളം 75 രൂപയാണ്. 75 രൂപ ഒരു ഖത്തീബിന് ശമ്പളമുള്ളൂ. അപ്പോൾ ആ കാലത്ത് അപ്പോൾ 100 നോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മോലാളിമാരുടെ കയ്യിലൊക്കെ അന്ന് കാണുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടെടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പം മഹാനവറുകൾ ഇങ്ങനെ നോക്കിയിട്ട് ഇതങ്ങ് വെച്ചോ, ഇതേപോലുള്ള വേറെ ഒന്നുണ്ടല്ലോ അതിങ്ങട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ അനുഭവപ്പെട്ടു, എന്താ അങ്ങനെ? അപ്പോൾ നോക്കുമ്പോൾ അപ്പം വേറെ ഒന്നുണ്ടെന്നുള്ള എനിക്കറിയാം. ഇതേ തരത്തിലുള്ള നോട്ട് വേറെ ഇരിക്കുന്നുള്ള എനിക്കറിയൊന്നുമില്ല, മൂപ്പരത് കണ്ടിട്ടുമില്ല. നമ്മുടെ പോക്കറ്റിൽ ഇരുന്ന പേസും കൂട്ടി എടുത്തിട്ട് ഞാൻ ഒന്ന് മറച്ച് പിടിച്ചുകൊണ്ട് അതിൽ നോട്ട് വലിച്ചെടുത്ത് കൊടുത്തതല്ലേ. അപ്പോൾ മൂപ്പര് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഹൈറാനിയത്തെ, ഇതെന്താ നമ്മളെ വല്ലതും പറഞ്ഞു കളയുമോ? അപ്പോൾ ഞാനങ്ങനെ ഈ പേഴ്സ് എടുത്ത് വീണ്ടും പരിശോധിച്ചപ്പോൾ ഇതേപോലെ നോട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ നോട്ട് പുതുപുത്തൻ നോട്ടാണ്. യാതൊരു അഴുക്കും പാടുമൊന്നും ഇല്ലാത്ത രണ്ടാണ്ട് മടക്കിയ ഒരു നോട്ട്, നല്ല ഭംഗിയുള്ള നോട്ടാണ്. ആ നോട്ടാണ് മൂപ്പർ ചോദിച്ചത്. അപ്പോൾ ഞാനത് എടുത്ത് കൊടുത്തു. അപ്പോഴവിടെ തലഭാഗത്ത് ഒരു ചെറിയൊരു ബാഗ് ഇരിപ്പുണ്ട്. ആ ബാഗിനകത്ത് ഒരു 3 4 അറ അതിനകത്തുണ്ട്. ഈ അറയ്ക്കകത്ത് നോട്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. ഇത് ഈ നോട്ടുകൾ ചെറുപ്പ് വലിപ്പം അനുസരിച്ച് നോട്ടിൻ്റെ അതിന് ആ നിലയ്ക്കാണ് അറ. 10ൻ്റെ 20ൻ്റെ ഇങ്ങനെ. അപ്പോൾ ആ ബാഗ് എടുത്തിട്ട് ഈ നോട്ട് നൂത്ത് അതിനകത്തേറ്റ് അങ്ങ് വെച്ചിട്ട് കിടന്ന് വയ്ക്കോ, എല്ലാം റാഹത്താവും, ഇത്രയും പറഞ്ഞു. അപ്പം ഞങ്ങൾ ജിജ്ഞാസയാണല്ലോ, ഉമ്മയുടെ അവസ്ഥ എന്തായി കാണുമെന്നുള്ള ജിജ്ഞാസ. ആളുകൾ പറഞ്ഞതൊക്കെ ഇപ്പോൾ സുഖമാവുന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ്. ഇവിടുന്ന് അവിടെ എത്തും വേണ്ടേ? അപ്പോൾ ഇത്രയും ദൂരം വരണം. ഞങ്ങളേതായാലും കിട്ടുന്ന വണ്ടിയെല്ലാം കയറി ഓടി നേരെ കരുതാപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരികയാണ്. ചലനമറ്റിങ്ങനെ കിടക്കുന്ന ഉമ്മയുടെ അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഈ താഴെയെല്ലാം കോച്ച് വശം മാറി, കൈയും കാലൊന്നും അനക്കാത്ത, കൈയും കാലും ഒരു വശത്തെ കൈയും കാലും അനക്കത്തില്ല, മറ്റേ 2 വശത്തെ കൈയും കാലും അനക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കരുനാഗപ്പള്ളി വന്ന് ഏതോ കിട്ടുന്ന വണ്ടിയെല്ലാം കയറി പെട്ടെന്ന് വീട്ടിലൊന്നും കയറാണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരികയാണ്. പിറ്റേന്ന് രാവിലെ 8-9 മണിയങ്ങണ്ടായി. അപ്പോൾ സുബ്ഹാനല്ലാഹ് കണ്ട കാഴ്ച, ഉമ്മ എഴുന്നേറ്റ് ഭിത്തിയും ചാരി, പടിഞ്ഞാറെ ഭിത്തിയും ചാരി കിഴക്കോട് തിരിഞ്ഞ്, കിഴക്കേ സൈഡിലാണ് ഹൈവേ ഉള്ളത്, റോഡ്. കിഴക്കോട് തിരിഞ്ഞിരിക്കുക. ഞങ്ങൾ വരവ് കണ്ടിട്ട്, നിങ്ങൾ എന്നോട് കൊണ്ട് കിടന്ന് എവിടെ പോടാ, എനിക്ക് അസുഖമൊന്നുമില്ല, വീട്ടിൽ പോകടാ, പെട്ടെന്ന് ഡാക്ടറെ അടുത്ത് പറ, വീട്ടിൽ വിടാൻ പറ. സുഖമായ എനിക്കിപ്പോൾ ഒരു അസുഖമില്ല. അപ്പറഞ്ഞ് അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ച് വീട്ടിൽ പോയി. ഉമ്മക്ക് മരിക്കുന്നവരെയും പിന്നീട് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടേ ഇല്ല. ആശുപത്രി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അസുഖം സംബന്ധമായി ആശുപത്രി കിടക്കേണ്ട വന്നിട്ടില്ല.
പിന്നെ വാർദ്ധക്യ സഹജമായിട്ട് വളരെ പ്രായമായതിനു ശേഷം മാത്രം ഈ അസുഖമൊന്നുമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കിടത്തത്തില്ലല്ലോ. നമ്മളിപ്പോൾ എപ്പോഴും ഡോക്ടർമാരെ കാണിക്കുന്ന ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ പിന്നെ ഉമ്മയ്ക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മഹാനായ ശൈഖ് അവറുകളെ സംബന്ധിച്ച് ധാരാളം പിന്നെ കേൾക്കാനും മറ്റുമൊക്കെ തുടങ്ങി. ഒരു തവണ പോയുള്ളൂ. ഒരു തവണയാണ് പോയത്. പിന്നെ പോകുന്നതെല്ലാം മാനസികമായിട്ടാണ് പോക്ക്. മഹാനവറുകളെ ആ സ്മരണ ഇങ്ങനെ വെക്കുക, മഹാനവറുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഓതി ഹദിയ ചെയ്യുക, ഒരു വിഷയം വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഓതി ദുആ ചെയ്യുക, അങ്ങ് ഇറങ്ങുക. ഇങ്ങനെ അത് പതിവായിട്ട് ഇങ്ങനെ വിജയം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. കാരണം ഞങ്ങളന്ന് ഓതുന്ന കാലമാണല്ലോ, ഓതുന്ന കാലമാണ്. പിന്നെ നമ്മൾ ജോലിയിലേക്ക് ഏകദേശം പ്രവേശിക്കുന്ന കാലമൊക്കെ ആയപ്പോഴത്തേക്കാണ് വഫാത്തിൻ്റെ അവസ്ഥ വരുന്നത്. അങ്ങനെയാണത്. അനിയനും ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അനിയനും ഒറ്റ പോയിട്ടുള്ളൂ. എല്ലാം ഒരുമിച്ച് പോയത്, പിന്നെ പോയിട്ടില്ല. പിന്നെ മഹാനവറുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞാലും കേട്ടും പിന്നെ നമ്മളെ അനുഭവങ്ങൾ പിന്നെ ഓരോ അവസ്ഥകളിലും നമുക്ക് പടച്ചലോഫി കൊണ്ട് തവസ്സുലാക്കി ദ്വാരക്കുകയും അവിടത്തേക്ക് ഫാത്തിഹയും യാസീനും ഖത്വൊക്കെ ഞാൻ ഓതും. പരിശുദ്ധ ഖുർആൻ റമദാനാകുമ്പോൾ ഒരു ഖത്മുൽ ഖുർആൻ തന്നെ അവിടത്തേക്ക് ഇങ്ങനെ ഒന്ന് പതിവൊക്കെ ഉണ്ട്. പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നം വരുമ്പോൾ അവിടേക്ക് ഓതുക, ദ്വാരക്കുക. അത് കഴിഞ്ഞാൽ ഉടൻ കാര്യങ്ങൾ സാധിച്ചു പോവുക. അതിൽപ്പെട്ടൊരു അനുഭവമാണ്. നമ്മുടെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, മാമ്പൂട് ജുമഅത്ത് പള്ളി, തൊട്ടപ്പുറത്താണ്. അവിടെ ഒരു മഹാൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആണ്ട് നേർച്ച സമയത്ത് നമ്മൾ തൊടുപുഴ കേട്ട് കാണും, ജാഫർ കോയ തങ്ങൾ. തൊടുപുഴയാണ്, തൊടുപുഴ അറിയാം. ജാഫർ കോയ തങ്ങൾ അദ്ദേഹം അന്ന് അവിടെ ദുആയുടെ നേതൃത്വത്തിന് വന്ന് ഏണ്ടൊരു 4-5 കൊല്ലമായി. അപ്പോൾ എനിക്കിവിടെ ഒരു വിഷയമുണ്ടായി. വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടുകാരിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തപ്പം അത് കിട്ടുകയില്ല, കിട്ടാത്തൊരു മട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം അവിടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ വയസ്സ് കളിക്കുന്ന വിഷയമുള്ളതുകൊണ്ട് റിജക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഈ റിജക്റ്റ് ചെയ്ത് വിട്ടതിൻ്റെ വിട്ടതിൻ്റെ അന്നാണ് ഇവിടെ ഈ ദുആയ്ക്ക് ജാഫർ കോയ തങ്ങൾ വരുന്നത്. അപ്പോൾ ജാഫർ കോയ തങ്ങൾ സീമരുള്ളായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. തങ്ങളെന്നുള്ള എനിക്ക് ഞാൻ ആ പള്ളിയിൽ നേരത്തെ ഹാജരായി തങ്ങളെ കാണാം. തങ്ങളോടൊപ്പം തങ്ങൾ വന്നത് മുതൽ പോകുന്നവരെയും തങ്ങളോടൊപ്പം നമ്മൾ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ സ്റ്റേജിൽ ഞാനും ഉണ്ട്. ഞാൻ തങ്ങൾ ഈ വിവരം പറഞ്ഞു, തങ്ങളെ ഇതുപോലെ വീട്ടുകാരിക്ക് പാസ്പോർട്ട് കിട്ടുന്നില്ല, ഇന്നതാണ് വിഷയം, സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടെ ആ സമയത്തുള്ള റെക്കോർഡ് മൊത്തം തീ കത്തിപ്പോയതാണ്. എന്നാൽ അത് എഴുതിത്തരാൻ പറഞ്ഞപ്പോൾ തീ കത്തിപ്പോയപ്പോൾ അവർ എഴുതിത്തരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുവന്ന് കേസൊക്കെ ആക്കി കോടതിയിലൊക്കെ പോയതിനു ശേഷം നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഹജ്ജിൻ്റെ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വരും. ഒരു പരിഹാരം അതിനെന്താ, നിങ്ങൾ CMLിലൊക്കെ 4 യാസീൻ ഓതി ഈ നിങ്ങൾ റിജക്റ്റ് ചെയ്ത പേപ്പറില്ലേ അതുമായിട്ട് നാളെ പൊയ്ക്കോ, അവിടെ തന്നെ പാസ്സാക്കി തരും. തങ്ങൾ ഈ വർത്തമാനം പറയുമ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി. തങ്ങൾക്ക് ഇത്രയും ധൈര്യം വന്നല്ലോ. അൽഹംദുലില്ലാ ഞാനിവിടെ വന്ന് 4 യാസീൻ ഓതി പിറ്റേത് രാവിലെ തന്നെ ആദ്യം കൊണ്ടുപോയ ഈ റെക്കോർഡുകളൊക്കെ ആയിട്ട് മാത്രം ഒന്നുകൂടെ ചെന്നപ്പോൾ ഒരു സ്ത്രീയാണ് അവിടുത്തെ വലിയ ഓഫീസർ. എല്ലാ കേബിളും കഴിഞ്ഞിട്ട് എവരുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും അവരിത് വായിച്ച് നോക്കിയിട്ട് എന്തായാലും ഇത് പറ്റത്തില്ല, ഞാൻ പറഞ്ഞ് വിട്ടതല്ലേ, എന്തായാലും ആവട്ടെ ഞാൻ പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാസ്സാക്കി ആ ഇടേണ്ട ഒരു ബോക്സിലോട്ട് അങ്ങ് ഇട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഇനി പോരുകയും ചെയ്തു. ആ ബൈക്ക് അങ്ങ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാസ്പോർട്ട് ഈ ഒരൊറ്റയ്ക്ക് 4 യാസീൻ മഹാനവറുകളുടെ പേരിൽ ഓതാൻ തങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മൾ ഓതി പിറ്റേന്ന് കൊണ്ട് കൊടുത്തു. അപ്പോഴേ പാസ്സായി തിരിച്ചു പോകും. ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് മഹാനവറുകളെ കൊണ്ട് നമുക്ക് വഫാത്തിന് ശേഷം ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട്. മടവൂർ വരുന്ന എല്ലാവർക്കും പറയാനുണ്ട്. ഷെയ്ഖ് ഒരനുഭവം പോലും ഇല്ലാത്തവരുണ്ടാവില്ല അല്ലേ? പിന്നെ മഹാനവറുകളുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പേരിൽ ഒരുപാട് പേർക്കും ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ അവർക്കെല്ലാം പിന്നീട് മഹാനവറുകളെ വിസ്മരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം നിലനിർത്തി പോകുന്ന ആളുകളാണ് ഇന്ന് വളരെയധികം പേര്. തീർച്ചയായിട്ടും അമിതമായി സ്നേഹിക്കുന്നോ എന്ന് പോലും ചില ആളുകൾ തിരിച്ച് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഇത്രയും അങ്ങ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയുമോ
എന്ന് ആരാ ചോദിക്കുന്നത്? നമ്മുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയല്ല, മറ്റുള്ളവരൊന്നുമല്ല. ഇതുപോലെ എൻ്റെ ഒരു മൂത്ത സഹോദരി, എന്നേക്കാൾ മൂത്ത ഒരു സഹോദരി എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട് ആൾ. അതിനുശേഷം ഇതേപോലെ അവർക്ക് ഹജ്ജിനില്ല ഉംറയ്ക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് പാസ്പോർട്ടിന് വേണ്ടി നടന്നപ്പോൾ അത് എല്ലാം ശരിയാക്കി കൊടുത്തപ്പം പിന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്നാൽ ആ ഭർത്താവ് പിന്നെ ഇവിടെ ആ ഭർത്താവിൻ്റെ നാട്ടിലെ ഒരു സർട്ടിഫിക്കറ്റ് വരും, പള്ളിയിലെ, അദ്ദേഹം ഇവിടുത്തുകാരനാണ്, മരിച്ചു പോയിട്ടുണ്ട് എന്നും പറഞ്ഞു. അതല്ലെന്നൊരിക്കൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആ കത്ത് വേണം. ഇത് രണ്ടും പറയാൻ അദ്ദേഹം ദൂരമുള്ള ആളായതുകൊണ്ട് നടക്കുന്ന കേസല്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് തങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 4 യാസിന് ആദ്യം കൊണ്ട് റിജക്റ്റ് ചെയ്ത് കളഞ്ഞ്, തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും, ആ സർട്ടിഫിക്കറ്റ് കാണണം, ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല എന്നുള്ള മറ്റേ സംസാരിച്ച്. അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പിന്നെ പള്ളിയിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി, ഇവിടെ വിവാഹം നടന്ന ആളാണ് എന്ന് പറഞ്ഞു. എനിക്കറിയാം, ഇവർ സെക്രട്ടറിയുടെ കത്തുമൊക്കെ ആയിട്ടാണ് പോയത് ആദ്യം. അപ്പോൾ അത് റിജക്റ്റ് ചെയ്ത് അത് ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഭർത്താവ് എന്നെ മഹല്ലുകാരനാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൂടെ വേണം, എങ്കിലേ പാസ്സാകും. അന്ന് അങ്ങനെ ഉണ്ടാകും. ഇപ്പം ആ നിയമം ഇല്ല കേട്ടോ. ഇതോടുകൂടിയാണ് ഈ നിയമം മാറിയത്. അതേം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ ചെന്നപ്പം പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, അദ്ദേഹം ദൂരമുള്ള ആളല്ലേ, എനിക്കിനി അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നടക്കത്തില്ല, അദ്ദേഹം മരിച്ചു പോയതുമാണ്, ഇത് ആ സ്ഥലത്ത് പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നടക്കത്തില്ല. നിങ്ങൾ ഈ ജമാഅത്തിൽപ്പെട്ട ആളാണ്, 2 പേരും ഞങ്ങളുടെ ജമാഅത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങളൊന്ന് എഴുതി തന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി തന്നാൽ ആദ്യം പാസ്സാവും. അപ്പോൾ നമ്മുടെ ജമാഅത്തുകാരൻ അത് അംഗീകരിച്ചില്ല. അപ്പോൾ പിന്നെന്താ വഴി? അൽഹംദുലില്ലാ 4 യാസീൻ ഓതി, പഴയതുപോലെ തന്നെ 4 യാസീൻ ഓതി. ഈ കിട്ടിയ സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ അദ്ദേഹം ഈ പള്ളിക്കാരനാണെന്നുള്ളത് എൻ്റെ ഒരു കൊച്ചുമോളെ കൊണ്ട് എഴുതി. ഈ കൊച്ചുമോൾ അതിന് അടിയിലേ അദ്ദേഹം ഈ ജമാഅത്തിൽപ്പെട്ട ആളാണ്, ഇംഗ്ലീഷിലങ്ങ് എഴുതി വെച്ച് ഇതായിട്ട് പോയി. നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന ഇത് തന്നെയല്ലേ, അതിനകത്ത് തന്നെ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നല്ല പറഞ്ഞത്, വേറെ പുതിയ സർട്ടിഫിക്കറ്റ് വേണം, സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹത്തിന് വേണ്ടി, ഇല്ല അവിടെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അല്പം ഒന്ന് ഹീറ്റാന്ന് സംസാരിച്ച് വന്നിട്ട് അവസാനം അവർ പറയാണ്, ഇവരിനിപ്പം ഒരു പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ചിട്ട് വിദേശത്തേക്ക് പോയി എന്തോ കാണിക്കാനോ, ഒന്നും കാണിക്കാന്നില്ല, സാധുവായ സ്ത്രീയല്ലേ, ഞാൻ പാസ്സാക്കിയിരിക്കുന്നു. അതും പാസ്സായി. അൽഹംദുലില്ലാ ആ വർഷം തന്നെ ഞാനും പാസ്സായി. ഞാനും ആ പെങ്ങളും എൻ്റെ ഈ ഭാര്യയുടെ കൂടി വീണ്ടും ഉംറയ്ക്ക് പോവുകയാണ്. ഞാൻ ഈ 2 പാസ്പോർട്ടും സി മദീനയുടെ കെയർ ഓഫിലാണ് പാസ്സായി വന്നിരിക്കുന്നത്. നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ അന്നത്തെ നിയമം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രത്യേകം വേണമെന്നാണ്. അതിൻ്റെ ഏകദേശം 1-2 മാസം ആയപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൽ ഒരു തീരുമാനം മാറി വന്നു. ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ തീരുമാനം എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. ഒരു സ്ത്രീക്ക് പാസ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോ അയാൾ എവിടുത്തുകാരനാണോ അതിനെപ്പറ്റിയൊന്നും പരാമർശം വേണ്ട, ഇല്ലാതെ കണ്ട് തന്നെ സ്ത്രീക്ക് പാസ്പോർട്ട് കൊടുക്കാം. ഇപ്പോൾ നിയമം അങ്ങനെയാണ്. ഈ സംഭവം ശേഷമാണ് ഈ നിയമം ഇവിടെ മാറിയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതാണ്ട് 1 മാസമോ 2 മാസമോ ആയപ്പോൾ തന്നെ നിയമം മാറി. ഇപ്പോൾ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കണ്ട് തന്നെ ഭാര്യയ്ക്ക് അപേക്ഷിക്കാം, പാസ്പോർട്ട് കിട്ടും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് മഹാനവറുകളുടെ പണിയാ അവിടെ നടന്നതെന്നുള്ളതാണ്. ഇപ്പോഴും ഈ ലോകം നിയന്ത്രിക്കുന്നത് മഹാനവറുകളാണ്, മുദബ്ബിറുൽ ഇപ്പോഴും ഈ ലോകം നിയന്ത്രിക്കുന്നത് അവർ. അത് നമ്മുടെ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉസ്താദന്മാരും പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറയും, ഇത് മുദബ്ബിറാത്ത് ഉണ്ട്, ലോകത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുണ്ട് എന്ന് പറയുന്നവർ തന്നെ നമ്മൾ ഇതേപോലൊരു മഹാനെ പറ്റി അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതെന്താ നമുക്കറിയില്ല, അത് നമുക്കറിയില്ല. അങ്ങനെ പറയാമോ? നമ്മുടെ നാട്ടിൽ ജീവിച്ച് വലിയ വലിയ കറാമത്ത് കാണിച്ച് അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ടാണെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഒരു പരാജയമാണ്. നമ്മുടെ ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മുടെ ആദർശക്കാരാണ്, സംഘടനാ ബന്ധുക്കളാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇങ്ങനെ ഒരു വിശാലമായി ചിന്തിക്കാൻ കഴിയാത്ത ചിലരെ സംബന്ധിച്ച് നമുക്ക് ചെറിയ പ്രയാസം മനസ്സിൽ തോന്നാറുണ്ട്, ഇങ്ങനെ ഇവർ ചിന്തിക്കുന്നല്ലോ എന്നുള്ളത്.
ഇതേപോലെ വലിയ മഹാന്മാരായ ആളുകൾ മുൻകഴിഞ്ഞവരുണ്ട്, ഇഷ്ടംപോലുണ്ട്. അവരൊക്കെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിനെ പറ്റിയും അതേപോലെ ഇസ്മാൻ ഷേഖ് റളിയല്ലാഹുവിനെ പറ്റിയും ഇപ്പം തന്നെ എന്തിനു നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ മഹാനവറുകളെ പറ്റി പേര് തന്നെ അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി ഈ ഇന്ത്യയിലേക്ക് വിട്ടു എന്ന മഹാനാണത്. മദീനക്കാരനാണ് ഖാജ തങ്ങൾ. മദീനയിൽ നിന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ് ഇന്ത്യ എന്ന രാജ്യത്ത് പോകണം. എന്നിട്ട് മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഈ ഇന്ത്യ എവിടെയാണെന്ന് അറിയാൻ വയ്യ എന്ന് സ്വപ്നത്തിൽ കൂടി അങ്ങോട്ട് തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇന്ത്യ, ഇറങ്ങേണ്ടത് ഇന്നടത്താണ്, യാത്ര ചെയ്യേണ്ടത് ഇന്ന വഴിയിലൂടെയാണ്, അവിടുന്നാണ് നിങ്ങൾ ഇവിടെ വരേണ്ടത്. എന്നിട്ട് അവസാനം മുത്തുനബികൾ പറഞ്ഞതാണ്, ഇതാണ് നിങ്ങൾ അവസാനമായി ജീവിക്കേണ്ട സ്ഥലം, ഇതാണ് നിങ്ങൾ മരണപ്പെടേണ്ട സ്ഥലവും ഇതാണ്, ഹാദാ മർഖദുക എന്ന് മുത്തുനബികൾ ഖാജ തങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഖാജ തങ്ങൾ അവസാനം അജ്മീർ തന്നെ സ്ഥിരമായതും അവിടെ തന്നെ അടങ്ങിയതും. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതേപോലെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഏർവാട് ഇബ്രാഹിം ബാഷ റളിയല്ലാഹു അൻഹു മദീനക്കാരൻ തന്നെ, വേറെ നാട്ടുകാരൻ, മദീനക്കാരനാണ്. ആ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. ഇവിടെ വന്നിട്ട് അദ്ദേഹം വേറെ ഒരു നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തകരും പണ്ഡിതന്മാരും ഒക്കെ ദീനി ഖിദ്മത്തിലാണ്. അവർക്കൊക്കെ അല്ലാഹു തആല നല്ല ഖൈർ ചെയ്യട്ടെ, നമ്മൾ ദ്വാരക്കുകയാണ്. പക്ഷേ അവർ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഈ പണ്ഡിതന്മാരായ ആലിമീങ്ങൾ പ്രവർത്തിച്ച് ദീൻ വളർത്തുന്നതിനേക്കാൾ കൂടുതലായി ഈ പറഞ്ഞ മഹത്തുക്കളായ ഔലിയാക്കന്മാരിലൂടെ ദീൻ വളരുകയും പെരുകയും ചെയ്യുന്നുണ്ട് എന്നെല്ലാവരും സമ്മതിക്കണം. വഫാത്തിന് ശേഷം അങ്ങനെ തന്നെയാണ്. വഫാത്തിന് ശേഷം വഫാത്ത് പ്രശ്നമല്ലല്ലോ. സവാ മഹയ്യാകുമ്പോൾ മമാത്തും, അവർ മരിച്ചാലെന്താ ജീവിച്ചാലെന്താ എല്ലാം സമമാണ്. അവർക്കൊന്നും കൂടെ ദറജ കൂടത്തുള്ളൂ വഫാത്തിന് ശേഷം. അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യമായി. ഇന്ന് നമ്മുടെ റൂഹ് നമ്മുടെ ഈ ബോഡിയുമായിട്ടേ പോകാൻ പറ്റൂ. നമ്മുടെ റൂഹ് ഈ ബോഡിയിലായിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ബോഡി പോകുന്ന സ്ഥലത്ത് മാത്രമേ റൂഹിന് പോകാൻ പറ്റുന്നുള്ളൂ. ഈ റൂഹ് ബോഡി വിട്ടു കഴിഞ്ഞാൽ സ്വതന്ത്രമായി കുറച്ചുകൂടി വിശാലമായി സഞ്ചരിക്കാം, വിശാലമായി പ്രവർത്തിക്കാം. ഇതൊക്കെ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഖാജ തങ്ങൾ ഇന്നും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ നാട്ടിൽ ഞാൻ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഞാൻ എത്ര തവണ അജ്മീർ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് എണ്ണം അറിയില്ല എന്നതിൻ്റെ ഉത്തരം. എനിക്ക് തിട്ടമില്ല, തിട്ടം അൽഹംദുലില്ലാഹ്. അപ്പോൾ ഖാജ തങ്ങൾ ഇന്ന് അവിടെ അടങ്ങിയിരിക്കുന്നെങ്കിൽ തന്നെയും ആ രാജ്യം, നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഖാജ തങ്ങളാണെന്ന് അമുസ്ലിങ്ങളായ നേതാക്കന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഭരണത്തിൽ ആര് വന്നാലും അവിടെ പോകാണ്ട് ഭരണത്തിലേക്ക് കയറത്തില്ല. ഞാനൊരിക്കൽ അവിടെ നിൽക്കുമ്പോഴാണ് പർവേസ് മുഷറഫ് വരുന്നു അജ്മീരിൽ. അദ്ദേഹം എത്രയോ കാലം കൊണ്ട് ആവശ്യപ്പെടുകയാണ് ഇന്ത്യ സർക്കാരിനോട്, എനിക്ക് അജ്മീരിൽ നിന്ന് വരണം, സാക്ഷ്യം തരണം. സർക്കാർ അംഗീകരിക്കാതിരിക്കുകയായിരുന്നു. ഒരു തവണ ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് ഇത് പാസ്സായി വരുന്നത്. അപ്പോൾ പ്രഖ്യാപനം വന്നു, ഇത്രാം തീയതി ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ആരും അജ്മീർ ദർഗാ ഷെരീഫിലോ പരിസര പ്രദേശങ്ങളിലോ കാണാൻ പാടില്ല, ഇത്ര ദൂരെ അല്ലാതാണ്ട് അകത്തേക്ക് പ്രവേശനം ഇല്ല എന്ന് വിളംബരം ചെയ്ത്. ഞാനുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴേ ഏകദേശം പിന്നെ 10 മണിക്കൂറോളമാണത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ടാക്സി വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവരുടെ മകൻ അടങ്ങിയിരിക്കുന്ന അവിടെ ഫഖറുദ്ദീൻ ബാബ ചിസ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിലേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ് ചെയ്തത്. അപ്പോൾ പർവേസ് മുഷറഫും അതുപോലുള്ള പാകിസ്ഥാനിക്കാരായ വലിയ വലിയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ നിരന്തരം വരാൻ ആഗ്രഹിക്കുന്നവരും വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്ഥലമാണത്. ഇന്ന് അജ്മീർ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് തന്നെ ചില ആളുകൾ പോയി. എൻ്റെ ഈ നാട്ടിൽ നിന്ന് തന്നെ ചില ആളുകൾ പോയിട്ട് അബദ്ധം പറ്റിപ്പോയി. എന്താ അബദ്ധം പറ്റിയ? ഖാജ തങ്ങളുടെ മക്കാമിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഖാജ തങ്ങളുടെ മക്കാമിലേക്ക് കയറുന്ന ആ വാതിലിൻ്റെ ഉമ്മറപ്പടി ഉണ്ടല്ലോ, പടി പൊങ്ങിയിരിക്കുക. ഏട്ടാ ഒരു 10 ഇഞ്ചെങ്കിലും പൊക്കം കാണും പടിക്ക്. അവിടെ കയറാൻ നേരം ആളുകൾ എന്ത് ചെയ്യുക, ആ പടിയിൽ ഒന്ന് ചുംബിക്കും. അപ്പോൾ ഇവിടുന്ന് പോയ ഒരാൾ കണ്ട് ഈ തങ്ങൾ അങ്ങോട്ട് കയറുകയാണ്. ഇവിടുന്ന് പോയ ആളിനെ ഗസ്റ്റായിട്ട് പോകുന്ന അദ്ദേഹത്തെ ആദരിച്ച് അവിടുത്തെ തങ്ങൾ മക്കാമിലേക്ക് സിയാറത്തിന് കൊണ്ടുപോകുമ്പോൾ
എന്താ സംഭവിക്കുന്നത്? തങ്ങൾ ആദ്യം നിന്നിട്ട് ഉമ്മറപ്പടിയിൽ കുനിഞ്ഞു നിന്നുകൊണ്ടൊന്ന് മുത്തി ചുംബനം ചെയ്തു. അപ്പോൾ ആ ചുംബനം ചെയ്തത് സുജൂദായിട്ടാണ് നമ്മുടെ ഇവിടുന്ന് പോയ ആൾ കണ്ടത്. അദ്ദേഹം അകത്ത് കയറിയില്ല. ഇല്ലേ, ഞാൻ സുജൂദ് ചെയ്യത്തില്ല എന്ന് അദ്ദേഹം തിരിച്ചു പോരുന്നു. അപ്പോൾ അത്രത്തോളം സംഭവം അവിടെ നടക്കുന്നത്, ആൾ ചുംബിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും ഇസ്ലാമിൻ്റെ വേഷത്തോടു കൂടിയാണ് അവിടെ വരുന്നത്. അതാണ് വലിയ വിശേഷം. അതാണ് ധാരാളം ഹിന്ദു സ്ത്രീകൾ മഹാനവറുകളെ ആദരിച്ചുകൊണ്ട് വളരെ അതബോടുകൂടി മര്യാദയോടുകൂടി വരുന്നുണ്ട്. ആ സ്ത്രീകളൊക്കെ ഇങ്ങനെ ശരീരം ആകെ മറച്ച് തലയിൽ വരെ തുണിയൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ച് ആദരവോടെയാണ് വരുന്നത്. അവരും വന്ന് ഉമ്മറപ്പടിയിലൊന്ന് മുത്തും. അപ്പം നമുക്ക് തോന്നും എല്ലാവരും വന്ന് സുജൂദ് ചെയ്യുകയാണ്. എന്നാൽ സുജൂദല്ല, അവിടെ മുത്തം വെക്കുകയാണ്, ബർക്കത്ത് ഉമ്മ വെക്കുകയാണ്. ഇത് അനുവദനീയമാണ് എന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാം. ചുരുക്കത്തിൽ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് മഹാനായ സീമലിയുള്ള റളിയല്ലാഹു തആല അൻഹുവിനെ മനസ്സിൽ കണ്ട് അവിടുത്തെ തവസ്സുലാക്കി എന്തെങ്കിലും ഓതി ദുആ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റിക്കൊണ്ട് ഇക്കഴിഞ്ഞ ഇന്നലെയും എൻ്റെ ഒരു ആവശ്യം വളരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നം, ഞാൻ വളരെ വിഷമിച്ചു. ഇവിടെ ദുഹാ നിസ്കരിച്ചിട്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങി. വഴി ചെന്നപ്പോൾ എൻ്റെ കാര്യം നടത്താൻ പറ്റിയ ഒരാളെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ തന്നെ ആ കാര്യം സാധിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. വാഗൂടാണ്ട് ഉത്തരവാണല്ലോ. സീം വലിയുള്ള റളിയല്ലാഹുവിനെ തവസ്സുലാക്കി ദുആ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്നും ഇഷ്ടംപോലെ ജനങ്ങൾക്ക് മഹാനവറുകൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി അത് മുതലാക്കാനുള്ള ഒരു ആർജവം, ഒരു സന്മനസ് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ എല്ലാവർക്കും ഉണ്ടായാൽ അവർക്കെല്ലാം ഗുണം വർദ്ധിക്കും എന്നല്ലാതെ യാതൊരു ദോഷവും ഇല്ല. മരണപ്പെട്ടതിന് ശേഷവും അൽഹംദുലില്ലാ അവിടുത്തെ മദത് ഇങ്ങനെ വർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നമ്മളെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യവും പ്രവർത്തനമൊക്കെയാണ് ഈ മടവൂർ കാഫില കൊണ്ടുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി ഞാൻ സാധാരണ നിങ്ങളുടെ കാഫിലയിലെ ഓരോ പ്രോഗ്രാം കാണുമ്പോഴും പ്രത്യേക ഒരു ദുആ ചെയ്യാറ് പതിവുണ്ട്. കാരണം ഇത് മഹാനവറുകളെ സംബന്ധിച്ച് ധാരാളം ആളുകൾക്ക് അറിവ് കൊടുക്കുന്ന പദ്ധതിയാണല്ലോ, അതുകൊണ്ടാണത്. എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ റജബ് മാസം വരവേറ്റുകൊണ്ട് അൽഹംദുലില്ലാ റജബിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെയാണ് നമ്മൾ മടവൂർ ശൈഖുനാനെ പറഞ്ഞ. അതിനോടൊപ്പം തന്നെ മഹാനായ ഖാജാ തങ്ങളുടെ അനുഭവങ്ങളും നമ്മൾ പങ്കുവെച്ചു. അതും ഈ റജബ് 6-ന് ഖാജാ തങ്ങളുടെ ഉറൂസ് നമ്മളിലേക്ക് അടുത്ത് വരുവാണല്ലോ, 6-ന്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഖാജാ തങ്ങളെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖുനാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അജ്മീറാകും. അതെ 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 മടവൂർ അജ്മീറാകുമെന്ന് അന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ ഞാൻ ആദ്യം പോകുന്ന കാലത്തൊക്കെ മടവൂർ മഹാനവറുകൾ അടയ്ക്കൻ്റെ തൊട്ട് പുറകെ ഞാൻ സിയാറത്തിന് പോകുമ്പോഴൊക്കെ റോഡിൻ്റെ വഴിയുടെ ഇരുവശത്തുള്ള നെൽപ്പാടമാണ്. ആ നെല്ലും മറ്റുമൊക്കെ നമ്മുടെ കാലിൽ മുട്ടുന്ന അത്രയും വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഇപ്പോഴത് വിശാലമായ റോഡായി, ഒരു മുറുക്കാങ്കട പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അന്ന്. ഇപ്പം ബിൽഡിങ്ങുകളായി, ഇപ്പം ലോഡ്ജായി, ഹോസ്റ്റലായി, എന്തെല്ലാം സംവിധാനങ്ങൾ. അജ്മീർ പോലെ ആയി എന്ന് ഈ തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എനിക്ക് ഒരു റൂം അവിടെ കിട്ടിയില്ല. മടവൂർ ശൈഖുനാടെ പരിസരത്തെങ്ങും ഒരൊറ്റ റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല. അത്ര തിരക്കാണ്. അപ്പം ഞങ്ങൾ ആലോചിച്ച് എന്താ സംഭവം. പിന്നെ നമ്മളവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മർക്കസിൻ്റെ കീഴിലുള്ള കോളേജ് ഉണ്ടല്ലോ, അറബി കോളേജ്, അവിടെ ചെന്ന് അവരോട് നമ്മൾ വളരെ വിനീതമായി ആവശ്യപ്പെട്ട് ഒരു റൂം സംഘടിപ്പിച്ച് തരണം നിങ്ങൾ. അങ്ങനെ അദ്ദേഹം വിളിച്ചു, വേറെ പാർട്ടിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെ മറ്റേ റോഡിൽ, ബസ് റൂട്ടിൽ, വലിയ റോഡിൽ, ആ റോഡിലുള്ള ഒരാളിനെ വിളിച്ചിട്ടാണ് അവിടുന്ന് ആൾ വന്ന് ഞങ്ങളെ കാറിനകത്ത് കയറ്റി അയാളുടെ വീടിനോട് ബന്ധപ്പെട്ടുള്ള ഒരു റൂമിൽ കൊണ്ടുവന്നാണ് ഞങ്ങളെ പാർപ്പിച്ച് തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സംഭവിച്ചത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പിന്നെ കർണാടകയിൽ 15 ദിവസത്തെ അവധി, സ്കൂൾ അവധി എന്തോ പ്രഖ്യാപിച്ച സർക്കാർ. ആളുകൾ ഒഴുകി ഇവിടെ കിടക്കുകയാണ്. ഇതിന് ഇത്രയും ആളുകൾ എത്താൻ അൽഹംദുലില്ലാ അതിൽ ഏറ്റവും ഒരു മുഖ്യമായ പങ്ക് നമ്മുടെ മടവൂർ കാഫില കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സി എം വലിയുള്ളാഹിയെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ഈ പരിപാടി കൊണ്ട് കാരണമായിട്ടുണ്ട്. അൽഹംദുലില്ലാ അത് നല്ല ബർക്കത്തുള്ള പരിപാടിയാണ്. ആമീൻ. ഏതായാലും അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം മടവൂർ കാഫില കാണുന്ന കുടുംബത്തിനോടൊപ്പം ഉസ്താദ് പങ്കുവച്ചു. ഏതായാലും
നിങ്ങളുടെ നാട്ടിലും CM വലിയുല്ലാഹിയെ കാണാനും ബന്ധപ്പെടാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടാകും. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടുക. മടവൂർ കാഫിലയുടെ എല്ലാ പ്രോഗ്രാമിലും ഞങ്ങളുടെ നമ്പറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ അനുഭവങ്ങൾ, നേരിൽ അനുഭവിച്ച അനുഭവങ്ങൾ മറ്റ് മുഹിബ്ബീങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുമിച്ച് മടവൂർ കാഫിലയോടൊപ്പം നിൽക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു മദിനമ്മിൽ വന്നു.